സുഹൃത്തുക്കളെ, പി ആർ ഏജൻസിയെ കൊണ്ട് വാർത്ത കൊടുപ്പിക്കുന്ന പിണറായി വിജയൻ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ഗൗരവമേറിയ ആരോപണവും ഒപ്പം തന്നെ ഹിന്ദു ദിനപത്രത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതും അതുതന്നെയാണ്. പി ആർ ഏജൻസിയെ ഉപയോഗിച്ചാണ് ദി ഹിന്ദു ദിനപത്രത്തിന് വാർത്ത നൽകിയത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമുഖം നൽകിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അതെന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ന്യായീകരണങ്ങളാണ്. പിണറായി വിജയന് അങ്ങനൊരു പി ആർ ഏജൻസി ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മന്ത്രി വി ശിവൻകുട്ടിയിൽ തുടങ്ങി ഏതാണ്ട് എല്ലാ മന്ത്രിമാർ, മന്ത്രി മുഹമ്മദ് റിയാസ്, ഇപ്പുറത്ത് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ എല്ലാവരും നിരന്ന് നിന്ന് ന്യായീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ഇല്ലാതാക്കിയാൽ അത് CPM ഇല്ലാതാക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയായ മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ന്യായീകരിക്കുന്നത് രാവിലെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതിനെ തുടർന്ന് മറ്റു പല പ്രതികരണങ്ങളും കാണുന്നു. പക്ഷേ കൗതുകകരമായ ഒന്ന്, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത് ഹിന്ദു ദിനപത്രത്തിന് നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരക്ഷരം മിണ്ടാൻ, ഈ വിഷയത്തിൽ മിണ്ടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായുള്ളത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, വയനാട് പ്രളയത്തെ തുടർന്ന് അതിൻ്റെ കണക്ക്, അതായത് അതിൻ്റെ എസ്റ്റിമേറ്റ് കണക്ക് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് ഇത്തരം മാധ്യമങ്ങളെ തങ്ങൾ ചെത്തിക്കളയുമെന്നർത്ഥത്തിൽ തങ്ങൾ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പുകിലുണ്ടാക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപിൽ CPM സഖാക്കളും സർക്കാരുമൊക്കെ. പക്ഷേ ഈ വിഷയത്തിൽ തെറ്റായ വാർത്ത, അതും തെറ്റായ വാർത്ത എന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? മലപ്പുറത്ത് കണ്ടെത്തുന്ന പണം, അത് സ്വർണത്തിൻ്റെ പണം, ഹവാല പണമൊക്കെ രാജ്യദ്രോഹ കുറ്റത്തിന് ഉപയോഗിക്കുന്നു എന്ന് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിഗുരുതരമായ ഒരു വാർത്തയാണ് ദ ഹിന്ദു ദിനപത്രത്തിൽ വന്നത്. മുഖ്യമന്ത്രി പറയുകയാണ് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. PR ഏജൻസി പറഞ്ഞ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെന്ന് ദ ഹിന്ദു ദിനപത്രവും പറയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, വലിയൊരു ക്രൈം സംഭവിച്ചിട്ടുണ്ട്. ഈ PR ഏജൻസി ഒരു വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന പോലെ കേരളത്തിലെ ആളുകൾ എപ്പോഴും പറയാറുള്ള പോലെ സംഘപരിവാർ ഗൂഢാലോചന എന്ന് പോലും സംശയിക്കാവുന്നതാണ് പലരും പറയുന്ന പോലെ. ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമപരമായ നടപടി എടുക്കണ്ടേ? എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റു മാധ്യമങ്ങളുടെ ഓരോ ശരിതെറ്റുകളെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുന്ന സർക്കാർ, CPM അണികൾ, CPM ഒക്കെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു തുടർ നടപടി, തുടരന്വേഷണം, അല്ലെങ്കിൽ തുടരന്വേഷണമല്ല, ഒരു കേസെടുത്ത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അതാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയൊക്കെ വിശ്വാസ്യത സംശയപ്പെടുത്തുന്നത്. ഇപ്പോൾ വലിയ സമ്മർദ്ദമാണ് ഒരു പകൽ മുഴുവൻ കണ്ടത്. ഇനി ഏറ്റവും ഒടുവിൽ അവസാനം ഇതിനെതിരെ ഒരു കേസെടുക്കുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ വിവിധ തരത്തിൽ ഈ വിഷയത്തിൽ പരാതി നൽകി കഴിഞ്ഞു. ഇത് കേസെടുക്കണം, ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട്, മലപ്പുറത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ആ ഏജൻസി നടത്തിയതിന് പിന്നിൽ ദുരൂഹമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത ഈ വീഡിയോ എടുക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം കണ്ടാൽ പിന്നെയും പിന്നെയും കൂടുതൽ കാര്യങ്ങൾ വെളിവാകും എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെയാണ് ഈ ഒരു ഏജൻസി ഇങ്ങനൊരു കാര്യം പറയുകയും അത് ഹിന്ദുവിനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും ക്രെഡിബിൾ എന്ന് വിശ്വസിക്കാവുന്ന ഒരു പത്രം അതേപോലെ ഒരു ഏജൻസി പറഞ്ഞത് എഴുതിക്കൊണ്ട് അതിനുമപ്പുറത്തേക്ക് സ്വന്തം ലേഖികയുടെ പേരുൾപ്പെടെ ചേർത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നത്? അവിടെ ഹിന്ദു പറഞ്ഞു കഴിഞ്ഞു മാധ്യമ ധാർമ്മികതയ്ക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദു തടി തപ്പാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ നിഷ്കളങ്കമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. ഏതെങ്കിലും ഒരു PR ഏജൻസി പറഞ്ഞാൽ അങ്ങനെ വാർത്ത എഴുതുന്നവരല്ല ഹിന്ദു. അതിനപ്പുറത്തേക്ക് ആരുടെയൊക്കെയോ പിന്തുണ ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിലപാടും സംശയകരമാണ് എന്ന് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അതായത് സംശയകരമല്ല എങ്കിൽ, യാതൊരു പ്രശ്നവുമില്ല എങ്കിൽ ഹിന്ദുവിനെതിരെയും ഈ ഏജൻസിക്കെതിരെ കേസെടുത്തതിനും ഹിന്ദുവിനെതിരെ വേണ്ട. ഹിന്ദുവിനെ ഒരു മാധ്യമ സ്ഥാപനമാണെന്ന് കരുതി CPMമായി വളരെ അടുത്ത് നിൽക്കുന്നുണ്ട്. പലരും കളിയാക്കി പറയുന്നത് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണ്. ഇനി ആ ഒരു പരിഗണന കൊടുത്തിട്ടാണെങ്കിൽ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഏജൻസിയോട് എന്തിനാണ് ഇത്ര ഒരു സ്നേഹം?
അവിടെയാണ് പ്രതിപക്ഷമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ഇത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്ന്. ഒരു പരിധിവരെ അത് വിശ്വസിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ തുടർ നടപടികളിൽ കൂടെ പ്രതികരിക്കേണ്ടത്. അത്രയും ഒരു ജില്ലയെ മതാടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്നു എന്നൊരു ജില്ലയായ മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു വർഗീയ സ്വഭാവം കൂടി വന്നിട്ടുണ്ട് ആരോപണങ്ങളിലും ചർച്ചകളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്തരമൊരു ധ്രുവീകരണത്തിലേക്ക് പോകാതിരിക്കാൻ സർക്കാരല്ലേ വേണ്ട നടപടി സ്വീകരിക്കേണ്ടത്? എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? രണ്ടാമത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ സംശയം, ഈ സംഭവം, ഈ വാർത്ത വന്ന് 24 മണിക്കൂർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിടെ തിരുവനന്തപുരത്തേ ഇല്ലായിരുന്നു എന്ന് തോന്നുകയാണ്. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. കാരണം ഈ വാർത്ത വന്ന ഉടൻ തന്നെ വലിയ രീതിയിൽ പകൽ തന്നെ മാധ്യമങ്ങളൊക്കെ ബ്രേക്കിംഗ് ന്യൂസുകളായി ടെലിവിഷൻ ചാനലുകളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരക്ഷരം നിഷേധക്കുറിപ്പ് എഴുതാൻ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കൗതുകരം. എന്തുകൊണ്ട്? കാരണം ഇത്രയും ഗുരുതരമായൊരു ആരോപണമാണ്. അതിലൊരു തിരുത്തലെങ്കിലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ മാധ്യമം തെറ്റായി വ്യാഖ്യാനിച്ചെഴുതിയതാണ്, അവരോട് തിരുത്താൻ ആവശ്യപ്പെടുമെന്ന് പറയുക, അതൊക്കെ അല്ലെങ്കിൽ അതിനെ ഫോളോ അപ്പായി ചെയ്താൽ മതി. പക്ഷേ ഇത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ എന്താണ് 24 മണിക്കൂർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കേണ്ടി വരിക? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് എടുക്കേണ്ടി വരിക? അദ്ദേഹത്തിൻ്റെ ഓഫീസാണല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് എങ്ങനെയാണ് അങ്ങനെയൊരു വൈകൽ സംഭവിക്കുന്നത്? അവിടെയും അതായത് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട മാക്സിമം ചർച്ചകൾ നടന്നോട്ടെ എന്ന് ചിന്തിക്കുന്നു. അവിടെയാണ് ഈ പറയുന്ന പോലെ CPM കഴിഞ്ഞ കുറേ കാലങ്ങളായി മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് കാഴ്ചവെച്ചെങ്കിൽ അതിലൂടെ ഇപ്പുറത്തെ SNDP വോട്ട് അടക്കം നഷ്ടപ്പെട്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് മുസ്ലിം വിഭാഗത്തെ കൂടി ഒന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ചില ഒളിയമ്പുകൾ എയ്തുകൊണ്ട്, പ്രത്യേകിച്ച് മലപ്പുറം പോലെയുള്ള അത്തരം സെൻസിറ്റീവായൊരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് സേഫ് ആക്കാൻ മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിയ സംശയമാണോ എന്നാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഒരു പരിധിവരെ ഈ 24 മണിക്കൂർ വൈകി ഇതിനോട് പ്രതികരിക്കുകയും തുടർ നടപടികൾ എടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ആ സംശയം ഒന്നുകൂടി ബലപ്പെടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇക്കാര്യത്തിൽ ആരൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും CPM അല്ലല്ലോ ഇതിൽ മറുപടി പറയേണ്ടത്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അടിയന്തരമായി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറയേണ്ടതല്ലേ? പക്ഷേ ഒരു ചർച്ചയെ ഒരു വിഷയത്തിൽ പരമാവധി പോകാൻ അനുവദിച്ച ശേഷം പിന്നെ എന്തൊക്കെയോ നാടകങ്ങൾ കളിക്കാൻ നിൽക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന സംശയമാണ് യഥാർത്ഥത്തിൽ ബാക്കിയാവുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇടപെടലിനെ, ഒപ്പം തന്നെ ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ദി ഹിന്ദു ദിനപത്രത്തെയോ, PR ഏജൻസിയോ, അതോ മുഖ്യമന്ത്രിയുടെയോ? എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. പുതിയ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.